വെൽക്കം ബാക്ക് ടു അമ്മൂസ് ഹോട്ട് ടേസ്റ്റി റെസിപ്പീസ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കപ്പക്കഴയാണ്. ഇതിനകത്ത് ഞാൻ ചെമ്മീനും ചേമ്പും ഒക്കെ മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പക്കഴയാണ് ഉണ്ടാക്കുന്നത്. ഒരു കപ്പ് കപ്പയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചേമ്പ് ഞാനങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് മിക്സ് ചെയ്യാനായിട്ടൊന്നും. അപ്പോൾ ഞാനിത് രണ്ട് സെപ്പറേറ്റാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. കപ്പ വേവിച്ച് നമ്മളതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളയണം. അപ്പോൾ ചേമ്പാണെങ്കിൽ പെട്ടെന്ന് വേവും. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഇത് വേവിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചെമ്മീനും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു 300 ഗ്രാം ചെമ്മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ കുറച്ച് കാണുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചെമ്മീനൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. തേങ്ങ ഒതുക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക് എരിവില്ലാത്ത എടുത്തിട്ടുണ്ട്, ഒരു സവോള കട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ വേപ്പില. കൊഞ്ച് ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് മൂടി വെച്ചാൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടും. അധികം വലിയ ചെമ്മീനല്ലാതെ കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കൊഞ്ചെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കപ്പയും ചേമ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പയും ചേമ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് 2-3 മിനിറ്റ് കൂടി മൂടി വെച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ആകാനായിട്ട് ഒന്ന് 2 മിനിറ്റ് മൂടി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എപ്പോഴും. ഇപ്പം നമ്മൾ രണ്ടും എല്ലാം ഉപ്പിട്ട് വേവിച്ചതാണ്. ഇനിയിപ്പോൾ ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. അത് നമുക്ക് മൂടി വയ്ക്കുമ്പോഴേക്കും ഇതെല്ലാം കൂടെ മിക്സ് ആവുകയും ചെയ്യും. നമുക്ക് ഇത് ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് ഒരു കുറച്ച് നേരത്തേക്ക് ഒരു 2-3 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഈ വെള്ളമെല്ലാം വറ്റിയത് നല്ല അടിപൊളിയായിട്ടുണ്ട്. കപ്പ കുഴയ്ക്കാനായിട്ട് ആവശ്യമുള്ള തേങ്ങയും പച്ചമുളകും എല്ലാം കൂടെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. കല്ലിൽ തന്നെയാണ് ഞാൻ ചതച്ചെടുത്തത്. ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടത് ഒരു പാൻ വെച്ചിട്ട് സ്റ്റവിനകത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഒതുക്കി വെച്ചേക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്കിനി കപ്പയും ചെമ്മീനും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പയും ചെമ്മീനും വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്നുകൂടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ നമ്മുടെ കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. കഴിച്ചിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.